നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി അൺപാക്ഡ് ഇവന്റിന്റെ ഹൈലൈറ്റ്സ് ആണ്. ഫെബ്രുവരി 9 രാത്രി 8:30 നടന്ന പരിപാടിക്ക് സാംസങ് 7 ഡിവൈസുകളാണ് പുതിയതായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഡിവൈസുകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു മൊബൈൽ സീരീസ് ഉണ്ട്, പിന്നെ ഒരു ടാബ്ലറ്റിൻ്റെ ഒരു സീരീസ് ഉണ്ട്, പിന്നെ ഒരു ഗാലക്സി വാച്ച് 4 ആണ് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോഡക്ട്സിൻ്റെ ഹൈലൈറ്റ്സ് എന്നും എന്തൊക്കെയാണ് സാംസങ് അനൗൺസ് ചെയ്തതെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു ഇവന്റിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് S22 സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. S22, S22 പ്ലസ്, പിന്നെ S22 അൾട്ര എന്നിങ്ങനെയുള്ള 3 ഡിവൈസുകളാണ് അവതരിപ്പിച്ചത്. ടാബ്ലറ്റ് സീരീസ് എന്ന് പറയുന്നത് S8 ആണ്. അപ്പോൾ S8 ഉണ്ട്, S8 പ്ലസ് ഉണ്ട്, അതുപോലെ തന്നെ S8 അൾട്രയും ഉണ്ട്, പിന്നെ സാംസങ് ഗാലക്സി വാച്ച് 4 ആണ്. അങ്ങനെ മൊത്തം 7 ഡിവൈസുകൾ അവതരിപ്പിച്ചു. അപ്പോൾ നമുക്ക് S22 സീരീസിൽ നിന്ന് തന്നെ ഈ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ സെഗ്മെൻറ്റിൽ S22ഉം S22 പ്ലസ് എന്ന് പറയുന്ന 2 ഡിവൈസുകളും കഴിഞ്ഞ വർഷത്തെ S21ൻ്റെ അപ്ഗ്രേഡഡ് വെർഷനാണ്. ഡിസൈനും കാര്യങ്ങളും എല്ലാം സിമിലർ ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ബോക്സി ഷേപ്പായിട്ടാണ് പുതിയ ഡിവൈസ് വന്നിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വന്നിരിക്കുന്നത് സ്പെക്ക് അപ്ഗ്രേഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ 2 ഡിവൈസുകളുടെ സ്പെസിഫിക്കേഷൻസ് ആദ്യം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ചെറിയ സൈസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി സൈസിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ S22ൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3700 mAh ആണ്. അതേപോലെ S22 പ്ലസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 4500 mAh ആണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ്. സൂപ്പർ സ്മൂത്ത് 120 Hz റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അത് 10 to 120 Hz വേരിയബിൾ ആണ്. സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമേജ് ഒക്കെ എടുത്ത് വെച്ചേക്കാണെങ്കിൽ അത് 10 Hzലേക്ക് പോകും. S22ൽ 6.1 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 നിറ്റ് ബ്രൈറ്റ്നസ് ആണ് മാക്സിമം വരുന്നത്. S22 പ്ലസ്സിൽ 6.6 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. അതിൽ 1750 നിറ്റ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ നിലവിലുള്ള സ്മാർട്ട് ഫോണിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണിത്. പിന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഗെയിമിംഗ് മോഡിൽ. ഇത് കൂടാതെ വിഷൻ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഹൈലി ലൈറ്റപ്പ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അതായത് സൺലൈറ്റിൻ്റെ താഴെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഡാർക്കർ ഏരിയാസ് കുറേ കൂടെ ബ്രൈറ്റ് ആക്കുന്ന ഒരു ടെക്നോളജി, അതിൻ്റെ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് കളർ ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവം കൂടെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് എന്ന് പറയുന്ന ഗ്ലാസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഈ S22ലും S22 പ്ലസിലും ക്യാമറ സെറ്റപ്പ് സിമിലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 10 മെഗാ ആണ്. അപ്പർച്ചർ 2.2 ആണ്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 80 ഡിഗ്രീസ് ആണ്. പിന്നെ റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ 12 മെഗാ അൾട്രാ വൈഡ് ക്യാമറയാണ്. അപ്പർച്ചർ 2.2 ആണ് വരുന്നത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 120 ഡിഗ്രീസ് ആണ്. പിന്നെയുള്ളത് മെയിൻ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇതിൽ 50 മെഗാ റെസൊല്യൂഷനാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആഡറാണ്. അപ്പർച്ചർ 1.8ഉം ഫീൽഡ് ഓഫ് വ്യൂ 85 ഡിഗ്രീസും ആണ് വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ടെലിഫോട്ടോ ലെൻസാണ്. ഇത് 10 മെഗാ സെൻസറാണ് വരുന്നത്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആർഡറാണ്. അപ്പർച്ചർ 2.4 ആണ് വരുന്നത്. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 36 ഡിഗ്രീസ് ആണ്. പിന്നെ മെമ്മറി ഓപ്ഷൻസ് വരുന്നത് 8GB RAM, 256GB ROM, പിന്നെ 8GB RAM, 128GB ROM എന്നിങ്ങനെയാണ്. ഇത് 4 കളറുകളിൽ മെയിനായിട്ട് അവൈലബിൾ ആണ്. ഫാൻറ്റം ബ്ലാക്ക്, ഫാൻറ്റം വൈറ്റ്, ഗ്രീൻ, പിന്നെ പിങ്ക് ഗോൾഡ്. ഇത് കൂടാതെ ഓൺലൈൻ സെയിലിന് വേണ്ടി ഇവർ പ്രത്യേകം പ്രിപ്പയർ ചെയ്ത കളേഴ്സും വേറെ അവൈലബിൾ ആണ്. ക്രീം, ഗ്രാഫൈറ്റ്, സ്കൈ ബ്ലൂ, വയലറ്റ് എന്നിങ്ങനെയുള്ള 4 കളറും കൂടിയാണ് ഓൺലൈൻ ചാനലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 5G എനേബിൾഡ് ആണ്, LTE എനേബിൾഡ് ആണ്, വൈഫൈ 6E സ്റ്റാൻഡേർഡ് സപ്പോർട്ടഡ് ആണ്. S22 പ്ലസ്സിൽ വൈഫൈ 6 ആണ് S22ൽ സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. പിന്നെ വൈഫൈ ഡയറക്റ്റും ബ്ലൂടൂത്ത് 5.2 ആണ് ആഡഡ് ആയിട്ടുള്ളത്. ഇതിൽ IP68 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. One UI 4.1ലാണ് ഈ ഡിവൈസ് അവൈലബിൾ ആകുന്നത്. അതായത് Android 12 ആണ് OS വരുന്നത്. പിന്നെ ചാർജിങ് കേപ്പബിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ S22ൽ 25 വാട്ട്സ് വയർഡ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 15 വാട്ട്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ വയർലെസ് പവർ ഷെയർ കോമ്പാറ്റബിലിറ്റി ഉണ്ട്. S22 പ്ലസിൻ്റെ കേസിൽ 45 വാട്ട്സ് വരെ വയർഡ് ചാർജിങ് ചെയ്യാൻ പറ്റും. 15 വാട്ട്സ് ആണ് വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ളത്. അതുപോലെ തന്നെ വയർലെസ് പവർ ഷെയർ സപ്പോർട്ടും ഉണ്ട്. ഇനി നമുക്ക് S22 അൾട്രയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ആക്ച്വലി നോട്ട് സീരീസ് തന്നെയാണ്. നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുണ്ടല്ലേ, സാംസങ് എപ്പോഴും അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ 2 സീരീസ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരുന്നിരുന്നു. S സീരീസും ഉണ്ടായിരുന്നു, നോട്ട് സീരീസും ഉണ്ടായിരുന്നു. ഇത് രണ്ടും അവരുടെ മികച്ച ഫോണുകൾ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഇവർ എല്ലാം കൂടെ ഒരു ഡിവൈസിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയിലാണെന്ന് തോന്നുന്നു. മൾട്ടിപ്പിൾ ഡിവൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം മെയിനായിട്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും അതൊരു നല്ല മൂവായിട്ട് തന്നെയാണ് തോന്നുന്നത്.
അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നോട്ട് സീരീസ് തന്നെയാണ്, അത് S22 അൾട്ര എന്ന പേരിൽ അവർ റീബ്രാൻഡ് ചെയ്തെടുത്തു എന്ന് വേണേൽ നമുക്ക് പറയാം. സാംസങ് അവസാനമായിട്ട് നോട്ട് 20 അൾട്ര അവതരിപ്പിച്ചത് 2020 അതിനുശേഷം അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെയാണ് ഇങ്ങനൊരു മേജർ ആയിട്ടുള്ള അപ്ഗ്രേഡ് വരുന്നത്. അതേപോലെ തന്നെ നോട്ട് സീരീസിൻ്റെ കൂടെ വന്നിരുന്ന പെന്ന് എസ് സീരീസിൽ S21 യൂസ് ചെയ്യാം എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്കുള്ളൊരു ജമ്പിനെ ആൾക്കാരൊക്കെ ഒന്ന് നേരത്തെ കണ്ടു തുടങ്ങി. കാരണം ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ആയിരിക്കാം ഇനി അടുത്ത വരുന്നതെന്നുള്ളത്. അങ്ങനെ ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും പ്രോ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. 6.8 ഇഞ്ച് എഡ്ജ് QHD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ്. സൂപ്പർ സ്മൂത്ത് 120 Hz റീഫ്രഷ് റേറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൽ 1 Hz വരെ താഴേക്ക് പോകും. എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ഇമേജസ് ഒക്കെ കാണുമ്പോൾ 1 Hz റീഫ്രഷ് റേറ്റിലായിരിക്കും ഡിസ്പ്ലേ റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട് ഗെയിമിംഗ് മോഡിൽ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷൻ ബൂസ്റ്റർ ഈ ഡിവൈസിലും അവൈലബിൾ ആണ്. ഐ കംഫോർട്ട് ഷീൽഡ് ഉണ്ട്. പിന്നെ 1750 നിറ്റ് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേ പാനലിൽ സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ക്യാമറ നോക്കാം. ഇതിൽ ഫ്രണ്ട് ക്യാമറ വരുന്നത് 40 മെഗാ പിക്സലാണ്. f2.2 ആണ് അപ്പർച്ചർ വരുന്നത്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 80 ഡിഗ്രിയാണ്. പിന്നെയുള്ളത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. അത് 12 മെഗാ പിക്സലാണ് വരുന്നത്. അപ്പർച്ചർ 2.2ഉം ഫീൽഡ് ഓഫ് വ്യൂ 120 ഡിഗ്രിയുമാണ് വരുന്നത്. പിന്നെയാണ് നമ്മുടെ മെയിൻ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നത്. ഇതിൽ 108 MB സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആർഡറാണ്. അപ്പർച്ചർ വാല്യൂ 1.8ഉം ഫീൽഡ് ഓഫ് വ്യൂ 85 ഡിഗ്രീസുമാണ്. പിന്നെ ഇതുകൂടാതെ 2 ടെലിഫോട്ടോ ലെൻസും ഈ ഒരു ഡിവൈസിൽ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും 10 മെഗാ പിക്സൽ തന്നെയാണ്. പക്ഷേ ഒരു ടെലിഫോട്ടോ ലെൻസ് 3x സൂമും അടുത്ത ടെലിഫോട്ടോ ലെൻസ് 10x ഒപ്റ്റിക്കൽ സൂമുമാണ് വരുന്നത്. രണ്ടിലും OIS എനേബിൾഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ടെലിഫോട്ടോ ലെൻസിൽ 2.4 ആണ് അപ്പർച്ചർ വാല്യൂ വരുന്നത്. 36 ഡിഗ്രിയാണ് ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. അതുപോലെ സെക്കൻഡ് ലെൻസിൽ 4.9 ആണ് അപ്പർച്ചർ വരുന്നത്. ഫീൽഡ് ഓഫ് വ്യൂ 11 ഡിഗ്രീസും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ചിൽ സാംസങ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. അത്യുഗ്രൻ ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സീരീസുകളിൽ ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നൈറ്റോഗ്രഫി എന്നൊരു ടേം ഇവർ കൊണ്ടുവരുന്നുണ്ടായി. അപ്പോൾ നൈറ്റ് പെർഫോമൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ജനറേഷൻ ഡിവൈസുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവർ സോഫ്റ്റ്വെയർ വൈസും ഹാർഡ്വെയർ വൈസും ഒരുപാടധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് ഇവൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വീഡിയോഗ്രഫിയിൽ മെയിനായിട്ട് പറഞ്ഞത് ലോ ലൈറ്റിൽ FPS തന്നെ ചേഞ്ച് ആവുന്നതാണ്. നമ്മളിപ്പോൾ 60 FPS ഇട്ടാണ് മോഡ് സെറ്റ് ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ലോ ലൈറ്റ് കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ലൈറ്റ് ഇല്ലാന്ന ഫോൺ തോന്നുവാണെങ്കിൽ ഫോൺ തന്നെ സ്മാർട്ടായിട്ട് 15 FPS കുറയ്ക്കുന്ന ഒരു സംഭവമാണത്. ഇനി 15 FPS വേണ്ടത്ര ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലും താത്തിക്കൊണ്ടുവരുന്ന സൂപ്പർ നൈറ്റ് മോഡിലേക്ക് മാറുന്ന ഒരു ഓപ്ഷൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഡിവൈസ് ഇറങ്ങി കഴിയുമ്പോൾ യൂസ് ചെയ്ത് നോക്കിയാലേ ഇതൊക്കെ പറയാൻ സാധിക്കുള്ളൂ. പിന്നെ അതുകൂടാതെ എക്സ്പേർട്ട് റോ ഫോർമാറ്റ് എന്ന് പറയുന്നൊരു സംഭവം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റോ ഇമേജ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ലൈറ്റ് റൂം പോലുള്ള ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ കൺട്രോൾ നമുക്ക് ആ ഇമേജിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവർ ഈ സ്മാർട്ട് ഫോണിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഒന്നിച്ച് വർക്ക് ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതായത് VDIS എന്നാണ് ഇവർ ആ ടൈമിനെ പറഞ്ഞിരുന്നത്. OISഉം VDISഉം കൂടെ ചേർന്നുള്ള പെർഫോമൻസ് ആണ് വീഡിയോയിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഈ ഡിവൈസ് 4 മെയിൻ കളറിൽ അവൈലബിൾ ആണ്. ഫാൻറ്റം ബ്ലാക്ക്, ഫാൻറ്റം വൈറ്റ്, ഗ്രീൻ, ബർഗൻഡി എന്നുള്ള കളറുകളാണ് വരുന്നത്. അപ്പോൾ ബർഗൻഡി എന്നുള്ള കളറാണ് സാംസങ് മെയിനായിട്ട് ഇവൻറ്റിൽ ഫുള്ള് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതുകൂടാതെ ഗ്രാഫൈറ്റ്, റെഡ്, സ്കൈ ബ്ലൂ എന്നീ 3 കളറിൽ ഓൺലൈൻ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ബാറ്ററി നോക്കാം. ഇതിലൊരു 5000 mAh പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചാർജിങ് 45 വാട്ട്സ് വരെ വയർഡ് സപ്പോർട്ടഡ് ആണ്. 15 വാട്ട്സ് ആണ് വയർലെസ് ചാർജിങ് വരുന്നത്. വയർലെസ് പവർ ഷെയർ സപ്പോർട്ടഡ് ആണ്. നെറ്റ്വർക്ക് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5G, LTE, Wi-Fi 6E, Wi-Fi ഡയറക്റ്റ്, ബ്ലൂടൂത്ത് 5.2 എന്നീ കണക്ടിവിറ്റികളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെമ്മറി വേരിയൻസ് നോക്കുകയാണെങ്കിൽ 12GB RAM പ്ലസ് 1TB സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ഉണ്ട്. 12GB RAM പ്ലസ് 512GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ഉണ്ട്. പിന്നെ 12GB RAM പ്ലസ് 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ഉണ്ട്. ഇതുകൂടാതെ 8GB RAM 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നിങ്ങനെയുള്ള വേരിയൻസിലാണ് ഈ ഡിവൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ മുമ്പിലും പുറകിലും മുമ്പേ പറഞ്ഞ പോലെ തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രെങ്ത് ഉള്ള ഗ്ലാസ് ആണിത്. One UI 4.1 ഈ ഫോൺ പുറത്തിറങ്ങുക. അതായത് Android 12 ഈ ഒരു ഫോൺ പുറത്ത് വരുന്നത്. പിന്നെ സെക്യൂരിറ്റി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. സാംസങ് വാലറ്റ് എന്ന് പറയുന്ന ഒരു സർവീസ് ഇവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ട്, ID പ്രൂഫ്, നമ്മുടെ വേണ്ട ഡോക്യുമെൻറ്റ്സ്, ഈവൻ ക്രിപ്റ്റോ കറൻസി വരെ സേവ് ചെയ്യാമെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. അപ്പോൾ അത്
നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കണ്ടറിയണം. പിന്നെ സാംസങ് എടുത്തെടുത്ത് പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് 4 ടൈം ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സ് വരും എന്നുള്ളതാണ്. അത് മേജർ അപ്ഗ്രേഡ്സ് ആണോ അതോ സാധാ അപ്ഡേറ്റ്സ് ആണോ എന്ന് അറിയില്ല. സാധാ അപ്ഡേറ്റ്സ് നോർമലി അതിലും കൂടുതൽ കിട്ടാറുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന മേജർ അപ്ഗ്രേഡ്സ് തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ വരുന്ന 4 ജനറേഷൻ OSും നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ S22 സീരീസ് സ്മാർട്ട് ഫോണുകളിൽ 4 നാനോമീറ്റർ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സാംസങ് ഒക്ടാ കോർ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. അത് സ്നാപ്ഡ്രാഗൺ ആണോ എക്സൈനോസ് ആണോ നമ്മുടെ ഏരിയയിൽ അവൈലബിൾ ആകുന്നത് ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ എക്സൈനോസ് ചിപ്സെറ്റ് ആണെങ്കിൽ 2200 ചിപ്സെറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതല്ല സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരാൻ ചാൻസ് ഉള്ളത്. നോർമലി സാംസങ് ചെയ്യുന്നത് എക്സൈനോസ് പ്രോസസ്സറാണ് കൊണ്ടുവരാറ്. പക്ഷേ ഇത്തവണ ചിപ്പ് ഷോർട്ടേജ് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് തന്നെ സാംസങ് സ്നാപ്ഡ്രാഗൺ ചിപ്പ് ആഡ് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ കുറച്ച് റൂമേഴ്സൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ റിവീൽ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് ടാബ്ലറ്റ് സീരീസിലേക്ക് കിടക്കാം. S8 Ultra, S8 Plus, പിന്നെ S8. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ S8 Ultra'യിൽ 14.6 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേസമയം S8 Plus'ൽ 12.4 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ S8ൽ 11 ഇഞ്ചിൻ്റെ LTPS LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 3 ഡിവൈസും 5G സപ്പോർട്ടഡ് ആണ്. S8 Ultra'യിൽ 11200 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. S8 Plus'ൽ 10090 S8ൽ 8000 mAh ബാറ്ററിയുമാണ് വരുന്നത്. 3 ഡിവൈസിലും 4 നാനോമീറ്റർ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 എന്ന പ്രോസസ്സറാണ് ഈ 3 പ്രോഡക്റ്റിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയിലേക്ക് വരാം. S8 Ultra'യിൽ 12 മെഗാ പിക്സൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതിൽ 2 ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്. ഒരെണ്ണം അൾട്രാ വൈഡും ഒരെണ്ണം വൈഡുമാണ് വന്നിരിക്കുന്നത്. S8 Plus'ൽ 12 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. പക്ഷേ അതിലൊരു അൾട്രാ വൈഡ് ക്യാമറ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ S8 മോഡലിലും വന്നിരിക്കുന്നത്. പിന്നെ S8 Ultra'യിലും S8 Plus'ലും ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വന്നിരിക്കുന്നത്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. എന്നാൽ S8ൽ മാത്രം പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസുകളിൽ S8 Ultra എന്ന് പറയുന്ന ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ S8 Plus'ും S8ഉം 3 കളറുകളിൽ അവൈലബിൾ ആണ്. ഗ്രാഫൈറ്റ്, സിൽവർ, പിങ്ക്, ഗോൾഡ് എന്നീ കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ടാബ്ലറ്റിനെ കുറിച്ച് പറഞ്ഞതോടൊപ്പം തന്നെ ഇവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത് സാംസങ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്പാണ്. ഇവർ വർഷങ്ങളായിട്ട്, അതായത് 2011 മുതൽ ഇമ്പ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഇതിലെ കുറേ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പുതിയ S Pen'ലെ ലേറ്റൻസി വളരെയധികം കുറച്ചിട്ടുണ്ട്. അതായത് ഒരു 30% പഴയതിനെ അപേക്ഷിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവൻറ്റിലുണ്ടായിരുന്ന മെയിൻ അനൗൺസ്മെൻറ്റ് ഗാലക്സി വാച്ച് 4 ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇവർ VROS പ്ലാറ്റ്ഫോമിലേക്ക് വന്നു എന്നുള്ളതാണ്. ഗൂഗിളിൻ്റെ VROSലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൂടാതെ വാച്ച് 4ലേക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ കൊണ്ടുവരാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇവൻറ്റ് കഴിഞ്ഞിട്ട് സാംസങ് വാച്ച് 4ൻ്റെ ഇന്ത്യൻ റേറ്റ് മാത്രമേ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഡിവൈസുകളുടെ ഒന്നും പ്രൈസിങ് ഇപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല. നമുക്കാകെ അറിയാവുന്നത് ഡോളേഴ്സിലുള്ള എമൗണ്ട് ആണ്. ഇന്ത്യൻ പ്രൈസ് അപ്ഡേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഈ ഒരു ഇവൻറ്റിൽ ഇവർ പ്രസൻറ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നു എന്നുള്ളൊരു പാർട്ടാണ്. അത് കടലിൽ നിന്ന് കണ്ടെടുക്കുന്ന വലയും സാധനങ്ങളൊക്കെ വെച്ച് റീസൈക്കിൾ ചെയ്തിട്ടാണ് നമ്മുടെ ഫോണിലെ ചില കമ്പോണൻസ് ഒക്കെ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും ബോക്സിൽ ചാർജറില്ല കേട്ടോ. അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ സീരീസിലും ചാർജറില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ ഈ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പ്രൊഡക്റ്റുകൾ വരുന്ന ബോക്സും 100% റീസൈക്കിൾഡ് ആയിട്ടുള്ള ബോക്സാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു സാംസങ്ങിൻ്റെ ഗാലക്സി അൺപാക്ഡ് ഇവൻറ്റിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനിയും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ഐക്കൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.